പ്രശാന്തി സോഫ്റ്റ് ടെക്നോളജീസ്. എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഡെമോയാണെന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഒന്ന്, വിഷ്വൽ സ്റ്റുഡിയോയിൽ ഒരു പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്തെങ്കിൽ മാത്രമേ എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ പാക്കേജിൻ്റെ പേരാണ് NuGet പാക്കേജ്. ആ NuGet പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ഓരോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴും അതിനകത്തേക്ക് നമുക്ക് വേണ്ട ഫ്രെയിംവർക്കായ എൻറ്റിറ്റി ഫ്രെയിംവർക്കിനെ ആഡ് ചെയ്യണം. ഈ 2 സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചെയ്യുന്നതിന് മുമ്പായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം കാണിച്ചു തരാം. ഓക്കെ, ദെൻ ഫ്രെയിംവർക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം വിഷ്വൽ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. നമുക്ക് വിഷ്വൽ സ്റ്റുഡിയോയുടെ 2012 വേർഷനോ 2013 അല്ലെങ്കിൽ 2015 ഏത് വേർഷനിലും നമുക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ നമുക്ക് വേണ്ടത് NuGet പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ടെസ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ടൂളിനകത്ത് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അതിൽ ഇൻസ്റ്റാൾഡ് ഓപ്ഷനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതെല്ലാം കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് NuGet പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പോകേണ്ടത് ഓൺലൈൻ എന്ന് പറയുന്ന ടൂളിൽ പോവുക. ഓൺലൈൻ ടൂളിനകത്ത് NU എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ NuGet പാക്കേജിൻ്റെ ഓപ്ഷൻസ് നമുക്ക് കിട്ടും. അതിൽ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ കൊടുക്കാത്തത് കാരണം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് NuGet പാക്കേജ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തത്. കാണിച്ചു തരാം. NuGet പാക്കേജ് ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇൻസ്റ്റാൾ ചെയ്യാത്തവർ ഇതുപോലെ ഇൻസ്റ്റാൾ ചെയ്യണം. ഓൺലൈൻ എടുക്കുക, പാക്കേജിൻ്റെ പേര് പറഞ്ഞു കൊടുക്കുക, ദെൻ ഇൻസ്റ്റാൾ. ഓക്കെ, ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മുടെ ലാപ്പിൽ നെറ്റ് കണക്ഷൻ പ്രോപ്പർ ആയിരിക്കണം. നെറ്റ് പ്രോപ്പർ അല്ല, അല്ലെങ്കിൽ സ്പീഡ് കുറവാണെങ്കിൽ ഒരുപക്ഷെ എറർ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എറർ വരുവാണെങ്കിൽ അത് വീണ്ടും ആ സ്റ്റെപ്പ് ഒന്നുകൂടെ ഫോളോ ചെയ്താൽ മതി. അപ്പം എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻസ്റ്റാൾ NuGet പാക്കേജ്. ടേക്ക് ഫയൽ, ന്യൂ വെബ്സൈറ്റ്, ASP.NET empty website, then in the desktop write the name EF demo, click OK. Now project created. Then take web.config file, write the configuration and connection string. I just copy this one, connection string copied. Okay, I copied, then I paste over here. We know that we already give the name, provider name, database, connection string and database name. My database name is db_SSTT. Then I save this web.config file. Next step is to create the bin folder. Bin folder create ചെയ്യുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എൻറ്റിറ്റി ഫ്രെയിംവർക്കിലായതുകൊണ്ട് ബിൻ ഫോൾഡറിനകത്ത് ഈ DLL ഫയൽ അല്ലെങ്കിൽ MySQL DLL ഫയൽ മാത്രമല്ല നമുക്ക് വേണ്ടേ, എൻറ്റിറ്റി ഫ്രെയിംവർക്ക് എന്ന് പറയുന്ന ഫ്രെയിംവർക്കും കൂടെ ആഡ് ചെയ്യണം. സോ അതിനു വേണ്ടി ഞാൻ ചെയ്യുന്നത് ബിൻ ഫോൾഡർ ഓൾറെഡി കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനകത്ത് ബിൻ ഫോൾഡർ ഓൾറെഡി ഞാൻ പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കും ഇതുപോലെ തന്നെ കോപ്പി ചെയ്തിട്ടാവുന്നതാണ്. കോപ്പി ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ DLL ഫയൽസ് ഉണ്ട്, SQL സെർവറിൻ്റെ DLL ഫയൽസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫയൽസ് എല്ലാം നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ 2 സ്റ്റെപ്പ് കഴിഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം web.configൻ്റെ കോഡ് എഴുതി ദെൻ ബിൻ ഫോൾഡർ ചെയ്തു. ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ആഡ് ASP.NETൻ്റെ ഫോൾഡർ ആഡ് ചെയ്യാണ്. ASP.NET ഫോൾഡർ ആപ്പ് കോഡ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചിരുന്നു. 3-tier ആർക്കിടെക്ചറിലാണെങ്കിൽ ആപ്പ് കോഡിനകത്ത് നമുക്ക് വേണ്ടത് ഏതൊക്കെ കാര്യങ്ങളാണ്? DL, DAL എന്ന് പറയുന്ന 2 ഫോൾഡറാണ് ക്രിയേറ്റ് ചെയ്തത്. ഇവിടെ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫോൾഡറിൻ്റെ പേര് ഒന്ന് entity, ഒരു ഫോൾഡറിൻ്റെ നെയിമാണ് entity. Then
അതുപോലെ തന്നെ നമുക്ക് ഒരു ഫോൾഡറും കൂടെ ആവശ്യമുണ്ട്. ആ ഫോൾഡറിൻ്റെ പേര് ഐ എം ഗോയിങ് ടു ക്രിയേറ്റ് അനദർ ഫോൾഡർ. ദ നെയിം ഈസ് റെപ്പോസിറ്ററി. ഇങ്ങനെ 2 ഫോൾഡറാണ് നമ്മൾ ആപ്പ് കോഡിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ക്രിയേറ്റ് എ ക്ലാസ്. ഈ ക്ലാസ് എന്ന് പറയുന്നത് വളരെ വെരി ഇമ്പോർട്ടൻറ്റ് ക്ലാസ്. ഈസ് നെയിം ഈസ് ആപ്പ് കോണ്ടെക്സ്റ്റ്. നെയിം ഈസ് ആപ്പ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, ഇത് ഒരു കോണ്ടെക്സ്റ്റ് ക്ലാസ്സാണ്. ഈ കോണ്ടെക്സ്റ്റ് ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡേറ്റാബേസ് കോണ്ടെക്സ്റ്റ് ക്ലാസ്സിനെ ഈ കോണ്ടെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരുവാണ് ചെയ്യുന്നത്. അതായത് DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. ഈ DB കോണ്ടെക്സ്റ്റ് ക്ലാസ്സിനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇൻഹെറിറ്റ് ചെയ്യുവാണ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ക്ലാസ് ആപ്പ് കോഡിൻ്റെ നേരെ ഡോട്ട് കൊടുത്തു. ദെൻ DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ്സിനെ ഇമ്പോർട്ട് ചെയ്ത് അതിനെ റിസോൾവ് ചെയ്യുവാണ് ചെയ്യുന്നത്. റിസോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ DB കോണ്ടെക്സ്റ്റിനകത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ദെൻ റിസോൾവ് ഓപ്ഷൻ കൊടുക്കുക. DB കോണ്ടെക്സ്റ്റ് ക്ലാസ് റിസോൾവ് ആയി. ഓർത്തിരിക്കേണ്ട കാര്യം DB കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന ക്ലാസ് ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ദ ഡാറ്റാബേസ് ആൻഡ് അവർ ഡൊമൈൻ ക്ലാസ്. നമ്മുടെ ക്ലാസ്സും ഡാറ്റാബേസുമായിട്ടുള്ള ബ്രിഡ്ജ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, നമ്മൾ ഈ DB കോണ്ടെക്സ്റ്റിനകത്തിനെ ഒരു ലൈൻ ഓഫ് കോഡ് എഴുതണം. ആ ലൈൻ ഓഫ് കോഡ് ആണ് പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് കോൺഫിഗറേഷൻ ടൈപ്പ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ഡാറ്റാബേസിൻ്റെ കോൺഫിഗറേഷൻ ടൈപ്പിനെ നമ്മൾ അപ്പൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സിൻടാക്സ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക, നമ്മുടെ കുറച്ച് ലൈൻ ഓഫ് കോഡ് നമുക്ക് എഴുതണം. ആ കോഡ് ഞാൻ പേസ്റ്റ് ചെയ്തതിന് ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം എന്താണെന്നുള്ള കാര്യം. അത് നമ്മൾ എഴുതി കൊടുക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ഡിഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടർ കാണാം. ആ കൺസ്ട്രക്ടർ നമുക്കിപ്പോൾ ആവശ്യമില്ല. ആ കൺസ്ട്രക്ടറിനകത്താണ് നമുക്ക് കോഡ് വേണ്ടത്. അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിഫോൾട്ട് കൺസ്ട്രക്ടറിനകത്ത് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കേണ്ട കോഡ് ഇതാണ്. നമ്മൾ ഡിഫോൾട്ട് കൺസ്ട്രക്ടർ അതിന് തൊട്ട് നേരെ തന്നെ അല്ലെങ്കിൽ താഴെ ബേസ് ഓഫ് നെയിം ഈക്വൽ ടു CON എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ബേസ് ഓഫ് നെയിം ഈക്വൽ ടു CON. ഈ CON നെയിം എന്ന് പറയുന്നത് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. pep.config-നകത്ത് കണക്ഷൻ സ്ട്രിങ്ങിന് കൊടുത്തിരിക്കുന്ന പേരാണ് CON എന്ന് പറയാം. അതിനുശേഷം അത് ആ ബേസ് ഓഫ് മീൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും കുറച്ച് പേരെങ്കിലും. ബേസ് എന്ന് പറയുന്നത് ബേസ് ക്ലാസ്സിനെ നമ്മൾ ആക്സസ് ചെയ്യാണ്. ബേസ് ഓഫ് നെയിം ഈസ് ഈക്വൽ ടു CON. അതിനുശേഷം നമ്മുടെ ഇവിടെയാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനീഷ്യലൈസർ എന്ന് പറയുന്നതിനെ നമ്മൾ കോൾ ചെയ്തിരിക്കുകയാണ്. ഈ ഇനീഷ്യലൈസർ എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ പ്രത്യേകത നോ നീഡ് ടു ക്രിയേറ്റ് ദ ഡാറ്റാബേസ് ഇൻ ദിസ് ഇൻ്റർഫേസ്. നമ്മുടെ MySQL ഇൻ്റർഫേസിൽ പോയി ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഓൾറെഡി അത് കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡാറ്റാബേസ് ഇൻ്റർഫേസിന് നോളജ് കുറവുള്ള ആൾക്കാർക്കും എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ചെയ്യാൻ എന്നുള്ള കാര്യം. ഈ പറഞ്ഞിരിക്കുന്ന ലൈൻ ഓഫ് കോഡാണ് അതിൻ്റെ പ്രത്യേകത. അതായത് ഡാറ്റാബേസ് ഇല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഇഫ് നോട്ട് ക്രിയേറ്റ് ഡാറ്റാബേസ്, ഇഫ് നോട്ട് എക്സിസ്റ്റ്, ഡാറ്റാബേസ് ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത്, അതിനെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ലൈൻ ഓഫ് കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതി കൊടുക്കേണ്ടത് ആപ്പ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനുള്ളിലാണ്. കൺസ്ട്രക്ടറിനുള്ളിൽ കോഡ് എഴുതി കൊടുക്കുമ്പോൾ നമുക്കറിയാം ക്ലാസ് എപ്പോൾ റൺ ആവുന്നോ അപ്പോൾ ഇതിലൂടെ ഇനിഷ്യലൈസേഷൻ നടക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ്. ഈ ലൈൻ ഓഫ് കോഡ് എഴുതുന്നതിന് മുമ്പായിട്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാനുണ്ട്. വി ആർ ഗോയിങ് ടു ദി എൻറ്റിറ്റിക്കകത്ത് നമ്മൾ കോഡ് എഴുതണം. എൻറ്റിറ്റിയിൽ കോഡ് എഴുതാൻ വേണ്ടി ചെയ്യേണ്ടത് ആദ്യം എൻറ്റിറ്റി നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻറ്റിറ്റിയിൽ നമ്മളൊരു ക്ലാസ് ഉണ്ടാക്കുക. ആ ക്ലാസ്സിന് നമ്മൾ കൊടുക്കേണ്ട പേര് കോഴ്സ് എന്ന് പറയുന്ന ഡീറ്റെയിൽ ആണ് നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ആ എൻറ്റിറ്റിക്ക് കൊടുക്കുന്നത് കോഴ്സ് എന്ന് പറയുന്ന ക്ലാസ് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ എൻറ്റിറ്റി എല്ലാം കൺസിഡർ ചെയ്യുന്നത് ടേബിൾസ്, നമ്മുടെ ഡേറ്റാബേസിൻ്റെ ടേബിൾസിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഏതിനകത്ത് സ്പെസിഫൈ ചെയ്യുക, ഈ എൻറ്റിറ്റി സ്പെസിഫൈ ചെയ്യുക. ഓക്കെ, ദെൻ എൻറ്റിറ്റി ക്ലാസ്സിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ടേബിൾ ഏതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. ഡേറ്റാബേസിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ടേബിൾ ഏതാണ്. ഡേറ്റാബേസ് ഇപ്പോൾ ക്രിയേറ്റ് ആയി. ഡേറ്റാബേസിൻ്റെ പേരാണ് DB_SSTT. ഓക്കെ, ഇനി അതിൻ്റെ ടേബിളിൻ്റെ പേര് സെറ്റ് ചെയ്യാണ്. ടേബിളിൻ്റെ പേര് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒറ്റ ലൈൻ ഓഫ് കോഡേ ഉള്ളൂ. ആ ലൈൻ ഓഫ് കോഡാണ്
ടേബിൾ നെയിം TBL കോഴ്സ്, ടേബിൾ നെയിം TBL കോഴ്സ് എന്ന് പറയുന്നതാണ് കൊടുക്കുക. ടേബിൾ നെയിമിനെ റിസോൾവ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് കിട്ടും, റിസോൾവ് ചെയ്യാം. അതിൻ്റെ സിൻടാക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എത്ര കോളംസ് നമുക്ക് ആവശ്യമുണ്ട്, അതിനുള്ള ലൈൻ ഓഫ് കോഡാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ ആ ലൈൻ ഓഫ് കോഡ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഓരോ കോളവും ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് നമുക്ക് കാണാൻ പറ്റുന്നത് ലൈൻ ഓഫ് കോഡിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആദ്യം ടേബിൾ നെയിം പറഞ്ഞു കൊടുത്തു, ടേബിളിൻ്റെ പേര് TBL കോഴ്സ്. അതിനുശേഷം കൺസെപ്റ്റിൻ്റെ അകത്ത് കോഴ്സ് ID എന്ന് പറയുന്ന കോളമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. കോഴ്സ് ID ഈസ് എ പ്രൈമറി കീ, ദാറ്റ്സ് വൈ ഐ യൂസ് ദിസ് നൊട്ടേഷൻ ഓവർ ഹിയർ. ഇതൊരു നൊട്ടേഷൻ ആയിട്ടാണ് ഇതെല്ലാം വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ നൊട്ടേഷൻ നമ്മളിവിടെ സ്പെസിഫൈ ചെയ്തു കീ എന്നും. ഇറ്റ് ഈസ് ഓൾസോ ആൻ ഐഡൻറ്റിറ്റി കോളം, ഇതൊരു ഐഡൻറ്റിറ്റി കോളമാണ്. ദെൻ അതിനകത്ത് നമ്മൾ ഗെറ്റ് ആൻഡ് സെറ്റ് 3 ടയറി പാസ് ചെയ്ത പോലെ തന്നെ ഗെറ്റ് ആൻഡ് സെറ്റ് എന്ന് പറയുന്ന ആക്സസേഴ്സിനെ പാസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് കോഴ്സ് നെയിം ഈസ് അനദർ കോളം നെയിം. കോഴ്സ് നെയിമിൻ്റെ മാക്സിമം ലെങ്ത് എന്ന് പറയുന്നത് 35. ദെൻ ഇസ് എ നോട്ട് നൾ വാല്യൂ കൊടുക്കുന്ന പോലെ തന്നെ റിക്വയർഡ് സെറ്റ് ചെയ്തു. അതിനുശേഷം അടുത്ത് പാസ് ചെയ്തിരിക്കുന്നതാണ് കോഴ്സിനകത്ത് ഷോർട്ട് നെയിം. ഷോർട്ട് നെയിം ഈസ് എ കോളം നെയിം. മാക്സിമം ലെങ്ത് ഓഫ് ദ ഷോർട്ട് നെയിം ഈസ് 35 ആൻഡ് റിക്വയർഡ്. ഓക്കെ, 3 കോളം ഉള്ളത് കോഴ്സ് ID, കോഴ്സ് നെയിം ആൻഡ് ഷോർട്ട് നെയിം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആ കോഴ്സ് എന്ന് പറയുന്ന വാല്യൂവിനെ അല്ലെങ്കിൽ ആ എൻറ്റിറ്റിയെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഇനിഷ്യലൈസ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിലാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതേണ്ടത്. അത് ഇനിഷ്യലൈസ് ചെയ്യാൻ വേണ്ടി ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റ് എടുക്കുക. അതിനുശേഷം എൻറ്റിറ്റീസ് ഏതൊക്കെയാണ്, ഒറ്റ എൻറ്റിറ്റി ഇപ്പോൾ നമുക്കുള്ളൂ, ഒറ്റ ടേബിളേ ഉള്ളൂ കോഴ്സ്. അതുകൊണ്ട് ആ എൻറ്റിറ്റി ഇവിടെ ഇനിഷ്യലൈസ് ചെയ്തു. ആ എൻറ്റിറ്റിയുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, DB സെറ്റ് ഓഫ് കോഴ്സ്, ദെൻ കോഴ്സ് മോഡൽ ഗെറ്റ് സെറ്റ്. എപ്പോഴും ഓർക്കുക, ഈ കൊടുത്തിരിക്കുന്ന ആ സെയിം നെയിം ആയിരിക്കണം കോഴ്സ്, ദെൻ അണ്ടർസ്കോർ മോഡൽ. നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്തു, കോഴ്സിൻ്റെ മോഡൽ നമ്മൾ സെറ്റ് ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതിനെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള ഒരു കോഡ് ആണ് സീഡ് ചെയ്യുക എന്ന് പറയും. സീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ വാല്യൂ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക എന്നർത്ഥം. എപ്പോഴും ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഒരു പരിധി വരെ വാല്യൂസ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ലോഗിൻ ചെയ്യുന്ന സമയത്ത്, അതായത് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ലോഗിൻ, അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ്. അഡ്മിനകത്ത് ചിലപ്പോൾ 1 2 3 എന്നോ അല്ലെങ്കിൽ വെറുതെ അഡ്മിനൊക്കെ ആയിരിക്കും നമ്മൾ കൊടുക്കാറില്ല. അത് ഡയറക്റ്റ് 1 2 വാല്യൂ ഉള്ളെങ്കിൽ വാല്യൂ നമ്മൾ ഡയറക്റ്റ് പാസ് ചെയ്യും. അങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് സീഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ. സീഡ് ഫംഗ്ഷൻ എഴുതി കൊടുക്കേണ്ടത് ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ക്ലാസ്സിലാണ്. അതുപോലെ നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്ന മോഡലിനെ ഇനിഷ്യലൈസ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് ചെയ്യുന്നത്. ഓക്കെ, അത് ഇനിഷ്യലൈസ് ചെയ്തു, നമ്മൾ സേവ് ചെയ്തു. ഡയറക്റ്റ് വാല്യൂ ഉണ്ടെങ്കിലാണ് സീഡിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ എന്ന് ഓർക്കുക. ദെൻ നെക്സ്റ്റ് വൺ മൂവ് ടു ദി റെപ്പോസിറ്ററി. റെപ്പോസിറ്ററി എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ പുതിയൊരു ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെപ്പോസിറ്ററി ഈസ് ആക്ട് ആസ് എൻ എ ക്ലാസ് ബിറ്റ്വീൻ ദ ഇൻ്റർമീഡിയറ്റ്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ റെപ്പോസിറ്ററി ക്ലാസ് ക്രിയേറ്റ് ചെയ്യും. സോ നൗ ദ റെപ്പോസിറ്ററി ക്ലാസ് നെയിം ഈസ് കോഴ്സ് റെപ്പോസിറ്ററി. കോഴ്സ് റെപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്തു. ഇനി കോഴ്സ് റെപ്പോസിറ്ററിക്ക് അകത്ത് വരുന്ന അടുത്ത കോഡ് സിമ്പിളാണ്. നമുക്ക് ലോജിക്ക് കിട്ടിയെന്നുണ്ടെങ്കിൽ നമുക്കിത് എളുപ്പമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ റെപ്പോസിറ്ററിക്ക് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചെയ്യുക. ഞാൻ കമൻ്റ് എല്ലാം കാണുന്നു, ഇതിന് വർക്ക് ചെയ്യാൻ പാത്രം നമ്മുടെ ആക്കുകയാണ്. അതിന് ശേഷം നമ്മൾ ഈ ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റ് റെപ്പോസിറ്ററിക്ക് അത് എഴുതിയിരിക്കുന്ന കോഡുകളൊന്ന് കാണിച്ചു തരാം. ക്ലാസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിനകത്ത് കൺസ്ട്രക്ടറിനകത്ത് ആദ്യം നമ്മൾ ചെയ്തു ആപ്പ് ഡോട്ട്, ഇതാണ് നമ്മുടെ കൺസ്ട്രക്ടർ. കൺസ്ട്രക്ടറിനകത്ത് അതിന് താഴെ, അതായത് ക്ലാസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഗ്ലോബലായിട്ട് ഏതാ കൊടുത്തിരിക്കുന്നത്, ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. നമുക്കറിയാം ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റ് ഈസ് ആൻ ഒബ്ജക്റ്റ് ഓഫ് ദി ഗ്ലോബൽ ക്ലാസ് അല്ലേ. ഗ്ലോബൽ ക്ലാസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്ന ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഏതാ നോക്കി, കോഴ്സ് ആഡ്. കോഴ്സ് ആഡ് ഇവിടെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. കോഴ്സ് ആഡ് മീൻസ് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽസ്, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ കോഴ്സ് എന്ന് പറയുന്ന എൻറ്റിറ്റിക്ക് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പാരാമീറ്റർ ആയിട്ട് പാസ് ചെയ്തിരിക്കുന്നു. ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് കോഴ്സ് മോഡൽ ഡോട്ട് ആഡ് ഓഫ് കോഴ്സ്. കോഴ്സ് മോഡൽ നമ്മൾ ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിനകത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആഡ് ഓഫ് കോഴ്സ് കൊടുത്തു. ഇഫ് സേവ് ഗ്രേറ്റർ ദാൻ 0, അതായത് സേവ് ആയിട്ടുണ്ടെങ്കിൽ ട്രൂ റിട്ടേൺ ചെയ്യും, അതർവൈസ് ഇറ്റ് വിൽ റിട്ടേൺ ഫോൾസ്. സേവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് ഇതാണ്, മോളിൽ കോൾ ചെയ്തിരിക്കുന്ന മെത്തേഡ് സേവ് എന്ന് പറയുന്ന മെത്തേഡ്.
ഈ മെത്തേഡിനകത്ത് ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സേവിനകത്ത് ആപ്പ് ഡോട്ട് കോണ്ടെക്സ്റ്റിൻ്റെ സേവ് ചേഞ്ചസ് എന്ന് പറയുന്ന ഇൻബിൽറ്റ് മെത്തേഡാണ് വർക്ക് ചെയ്യുന്നത്. ഈ ഇൻബിൽറ്റ് മെത്തേഡിനകത്താണ് സേവ് ചെയ്യാനുള്ള കോഡ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ നമുക്ക് ഇതിൻ്റെ ഗോ ടു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ഐഡിയ കിട്ടും. ചേഞ്ചസ്, ദെൻ ഗോ ടു ഡെഫിനിഷൻ. ഇത് ഡിഫോൾട്ടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരെണ്ണമാണ്. റെപ്പോസിറ്ററിക്കകത്ത് സേവ് ചേഞ്ചസ്. നമുക്ക് ഇതിനകത്ത് കോഡൊന്നും ഇനിഷ്യലൈസേഷൻ ഒന്നും കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് അണ്ടർലൈൻ കോഡുകൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇങ്ങനെയാണ് കോഡ് വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ സേവ് ചേഞ്ചസ് ഉണ്ട്, ഇങ്ങനെ കുറേ ഡിസ്പോസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് DB കോണ്ടെക്സ്റ്റിനകത്ത്. ഓക്കെ, ദെൻ അത് കോഴ്സ് ആഡ് എന്ന് പറയുന്ന കോഴ്സ് വിളിച്ചു, സേവ് എന്ന് പറയുന്ന കോഴ്സ് നമ്മുടെ ഇവിടെ കോൾ ചെയ്തു. ദെൻ അതിനുശേഷം ഡിസ്പോസ് മീൻസ് നമുക്കറിയാം സീലൊക്കെ പഠിച്ചിട്ടുണ്ടാണെങ്കിൽ സീൽ നമ്മൾ ഫ്ലഷ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. മെമ്മറി ഡിസ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ഗാർബേജ് കളക്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഡിസ്പോസ് എന്ന് പറയുന്ന മെത്തേഡ്. അങ്ങനെ സേവ് മെത്തേഡ്, ഡിസ്പോസ് മെത്തേഡ് നമ്മൾ ഉപയോഗിച്ചു. ഓക്കെ, ദെൻ റെപ്പോസിറ്ററി, കോഴ്സ് റെപ്പോസിറ്ററിയും കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വെബ് പേജ് അല്ലേ. വെബ് പേജ് ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതിന് മുമ്പായിട്ട് നമുക്ക് വേണ്ടത് ഒരു അഡ്മിൻ എന്ന് പറയുന്നൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്ത് ഒരു പുതിയ പേജ് ക്രിയേറ്റ് ചെയ്യാണ്. ആഡ് ന്യൂ ഐറ്റം അല്ലെങ്കിൽ വെബ് ഫോം ക്രിയേറ്റ് ചെയ്യുന്നു. വെബ് ഫോമിൻ്റെ പേര് FRM_course. ഓക്കെ, പുതിയൊരു പേജ് അവിടെ ക്രിയേറ്റ് ആയി. ഇനി നമുക്ക് ആ പേജിന് ഡിസൈൻ ചെയ്യണം അല്ലേ. ആ പേജ് ഡിസൈൻ ചെയ്യാനുള്ള കോഡ് ഓൾറെഡി ഉണ്ട്. ആ കോഡ് ഞാൻ കോപ്പി ചെയ്യാണ്. ഓക്കെ, ദെൻ സേവ് ചെയ്യട്ടെ. ദെൻ ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഡിസൈൻ ചെയ്തിരിക്കുന്ന അനുസരിച്ച് ഷോർട്ട് നെയിം ഉണ്ട്, ദെൻ TBL കോഴ്സ് ഉണ്ട്. ഇനി ഒരു ബട്ടൺ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ കോഴ്സ്, ഷോർട്ട് നെയിം ആൻഡ് ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് രജിസ്ട്രേഷൻ്റെ ASPXനകത്ത് എഴുതാനുള്ള കോഡാണ്. സിമ്പിൾ നമുക്ക് ലോജിക്ക് അനുസരിച്ച് മനസ്സിലാക്കാം. ഇനി അതിനകത്ത് 3 ക്ലാസ്സാണ് നമുക്കുള്ള 3 ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്യാം. 3 ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്ത് CS ഫയലിനകത്ത് പേജിലൊന്ന് തൊട്ട് മുമ്പായി അതിനെ ഇനിഷ്യലൈസ് ചെയ്യാം. ഒന്ന് ആപ്പ് കോണ്ടസ്റ്റിൻ്റെ ഒബ്ജക്റ്റ്, ദെൻ പിന്നെ വേണ്ടത് OBJ കോഴ്സിൻ്റെ ഒബ്ജക്റ്റ്, ദെൻ റെപ്പോസിറ്ററി ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ്. ഓക്കെ, ഇവിടെ റെപ്പോസിറ്ററി ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, 3 ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. ഇനി അടുത്ത കോഴ്സ് കോഡ് എന്ന് പറയുന്നത് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം? ഡാറ്റ ആഡ് ആവണം, നമുക്ക് ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാം. ഈ 2 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് ബട്ടൻ്റെ ക്ലിക്കിനുള്ളിൽ എഴുതിയിട്ടുണ്ട്. ബട്ടൻ്റെ ക്ലിക്കിനുള്ളിൽ നമ്മൾ OBJ കോഴ്സ് ഡോട്ട് കോഴ്സ് നെയിം ഈക്വൽ ടു ടെക്സ്റ്റ് ബോക്സിൻ്റെ വാല്യൂ ആക്സസ് ചെയ്തു, ഷോർട്ട് നെയിമിൻ്റെ വാല്യൂ ആക്സസ് ചെയ്തു. അതിന് ശേഷം OBJ കോഴ്സ് റെപ്പോസിറ്ററി ഡോട്ട് കോഴ്സ് ആഡ് എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് റെപ്പോസിറ്ററിക്കകത്ത്. ഈ കോഴ്സ് ആഡിനകത്ത് ആ കോഴ്സ് ആഡിനെ നമ്മൾ കോൾ ചെയ്തു. ആ കോഴ്സ് ആഡിനെ പാസ് ചെയ്ത് വെച്ചിരിക്കുന്നത് OBJ കോഴ്സിനെയാണ്. അപ്പോൾ ഡാറ്റ ഇൻസൈറ്റ് ആവും. അവിടെ പോയി സേവ് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കും. സേവ് ഫംഗ്ഷനകത്ത് സേവ് ചേഞ്ചസ് ഉണ്ട്, അത് വർക്ക് ചെയ്യും. അത് വർക്ക് ചെയ്ത് ഡാറ്റാബേസിലേക്ക് ഡാറ്റ ഇൻസൈറ്റ് ആവും. ഓക്കെ, നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്ത് സേവ് ഓൾ ക്ലാസ്സസ്, റെപ്പോസിറ്ററി ക്ലാസ്, എൻറ്റിറ്റി ക്ലാസ്, ആപ്പ് കോണ്ടസ്റ്റ് ക്ലാസ് ആൻഡ് ദെൻ കോഴ്സ് ASPX ക്ലാസ് എല്ലാം സേവ് ചെയ്യുക. സേവ് ചെയ്തതിന് ശേഷം റൺ ചെയ്യുക. റൺ ആയിട്ടുണ്ട്. നമുക്ക് കോഴ്സ് നെയിം എഴുതി കൊടുക്കാം. മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. Then short name is MCA. Click on the save button. See course details inserted successfully. Click OK. ഇനി നമുക്ക് DB_SST എന്ന് പറയുന്ന ഡാറ്റാബേസ് ഉണ്ട്. ഡാറ്റാബേസ് ക്രിയേറ്റ് ആയി. ആ ഡാറ്റാബേസിനകത്ത് കോഴ്സ് എന്ന് പറയുന്ന ടേബിളിനകത്ത് മാസ്റ്റർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. ഒരു കാര്യം കൂടെ, ഇൻ്റർഫേസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് എൻറ്റിറ്റി ഫ്രെയിംവർക്കിലാണെങ്കിൽ ഈ ഒരു മൈഗ്രേഷൻ ഹിസ്റ്ററി ഡിഫോൾട്ടായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. അത് ഓട്ടോമാറ്റിക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അതിനകത്ത്
നമുക്കൊന്നും ചെയ്യുന്നില്ല. ഇതിനകത്ത് മൈഗ്രേഷൻ ഐ ഡിയും കോണ്ടെക്സ്റ്റ് കീയും മോഡൽ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ആ സ്റ്റെപ്പിൻ്റെ ഒരു ഇനീഷ്യലൈസേഷൻ മാത്രമാണ് ഇവിടെ മൈഗ്രേഷൻ ഹിസ്റ്ററിക്കകത്ത് ക്രിയേറ്റ് ആകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡാറ്റ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് ഡാറ്റ വേണമെങ്കിലും സേവ് ചെയ്യാം. ഒരു ഡാറ്റയും കൂടെ ഇൻസേർട്ട് ചെയ്യാം. നമുക്ക് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, then BCA, click save, then course details inserted successfully. Okay. എൻറ്റിറ്റി ഫ്രെയിംവർക്കിൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഡെമോ ചെയ്ത് നോക്കുക. ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്യേണ്ട ഓരോ സ്റ്റെപ്പും അതിൻ്റെ ബിൻ ഫോൾഡറിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങൾ ഡിസ്ക്രിപ്ഷനകത്ത് ഇട്ടിട്ടുണ്ടാവും. എൻറ്റിറ്റി ഫ്രെയിംവർക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.